ഓ തന്നെ പുതിയ കാറ്. ഹായ് ഗൈസ്, അൽസു ട്രിക്സ് ഈസ് ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലില്ലേ, എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ഫോളോ ചെയ്ത് വീഡിയോ നോക്കുന്നത് യൂട്യൂബിൽ ഭയങ്കര കുറവാണ്. എല്ലാവരും യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിലൊന്ന് പൊന്തിച്ചേർന്നേ. ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് ആക്കിയാന്ന് വെച്ചെങ്കിൽ പിന്നെ ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര രസമായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ വീഡിയോ നിങ്ങൾ നോക്കാം. പിന്നെ അത് ചില ആൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. എന്തായാലും ആ വൈറലായിട്ടുള്ള വീഡിയോ ഒന്ന് നോക്കാട്ടോ. ഓ തന്നെ പുതിയ കാറ്. എല്ലാവർക്കും ഇരിക്കാൻ കേട്ടാ. നമുക്ക് ബൈക്കിൽ ട്രിപ്പിൾ അടിച്ചൊന്നും പോണ്ട. ഓ ചെളിയാണ്. പഴയ തുടപ്പ് തുടങ്ങിയ അതായത് ആദ്യം കാറ് വേണ്ടിട്ട് അതിൽ നമ്മൾ പുതിയ കാർ എടുത്ത് സന്തോഷം ഉണ്ടായില്ലേ? സന്തോഷമുണ്ട്. പല ആൾക്കാരും സ്വപ്നമായിരിക്കും കാറ് മേടിക്കണം എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും ആ ചെറിയ മോള് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ കാറാണ്, 2 സീറ്റെല്ലാം ഉണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. പാട്ടൊക്കെ ഇടാൻ പറ്റോ? ഓ പാട്ടിടാലോ. പാട്ടൊക്കെ ഇടാൻ പറ്റുമോ? കാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഓട്ടിച്ച് കാണിച്ചു തരല്ലോ. പിന്നെന്താ? ഓ ഓട്ടിച്ച് കാണിച്ചു തരോ? ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ സംസാരം. എനിക്ക് തോന്നുന്നു ഇത് തിരുവനന്തപുരം ആ ഭാഗത്തിലെ ഒരു സ്ലാങ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, അങ്ങോട്ടായിരിക്കും. ബാക്കി കയറാനോ? അമ്മ എവിടെ കയറണം? അല്ലുവാ നല്ലതായിട്ട് കാണാൻ പറ്റുള്ളല്ലേ? വാ വാ അമ്മന്റെ മടിയിൽ ഇരുന്നോ തൽക്കാലത്തേക്ക്. നാളെ മുതൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലോട്ടൊക്കെ ഇരിക്കാം കേട്ടാ. നോക്കിയിരിക്കാം. വേറെ തട്ടു. അടിപൊളി വണ്ടിയല്ലേ? ഇതൊക്കെ ഓട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ പതുക്കെ പഠിക്കാം കേട്ടാ. ഒരു സംഭവം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. നമുക്ക് വെയിലടിക്കില്ലല്ലോ. കാറിനകത്തല്ലേ മഴ പെയ്യുന്നതും നമ്മള് എല്ലായിടത്തും പോവാ. എവിടെ മണം? ലോറിയാണോ കാറ് വേണത്? ലോറി അല്ല കാറ്. കാർ ഇഷ്ടമാണ്. ഇത്ര 2 മിനിറ്റ് 14 സെക്കൻഡിൽ ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൽ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു മിഡിൽ ക്ലാസ്സിലെങ്കിലും ലോവർ ക്ലാസ്സിന്റെ ഒരു ഹാപ്പിനെസ്. എല്ലാവർക്കും കാറ് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. കാറ് സ്വന്തമായിട്ട് തന്നെ മേടിക്കണം. കാരണം നമ്മൾ ആവശ്യത്തിന് മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നത് ഭയങ്കര ബേജാറാണ്. അതാണ് കാറിൻ്റെ അവസ്ഥ. അങ്ങനെ വാശിപ്പുറത്താണ് പലരും കാറ് മേടിക്കുന്നത്. വേറൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട, അല്ലെങ്കിൽ കാറിന് ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ, അല്ലെങ്കിൽ മറ്റാവശ്യത്തിന് ഒരു കല്യാണത്തിന് പോകാനെല്ലാം വേറൊരാളോട്, ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ പോയിട്ട് കാറ് ചോദിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, സന്ദർഭം ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഭാഗത്തു നിന്നുള്ള ഫേസ് ഇതെല്ലാം ഞാനടക്കം കുറേ ആൾക്കാർ അനുഭവിച്ച സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ വാശിപ്പുറത്ത് സ്വന്തമായിട്ട് എന്തായാലും കാറ് വേണം. അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ടൊരു സ്കൂട്ടിയെങ്കിലും വേണം. മറ്റൊരാളെ നമ്മളെ ആവശ്യത്തിന് മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ റാൻഡമായിട്ട് കണ്ടൊരു വീഡിയോ, ഞാനത് സേവ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ആ കുഞ്ഞു മോളെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും എന്താ പറയുക, കാറ് ഓട്ടിയിരി ഇതെല്ലാം. അപ്പോൾ എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ ഇതൊന്നും എന്താ പറയുക, ഇതെല്ലാം സ്വപ്നം മാത്രമുള്ള ആൾക്കാർക്ക് എന്താ പറയുക ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ വണ്ടി ആരോട് ചോദിച്ചിട്ട് തരാതിക്കലോ അല്ലെങ്കിൽ തരുമ്പോൾ തന്നെ ഒരു മുഖം വ്യത്യാസമില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനെ മുമ്പ് ചെയ്തവർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ. എന്തായാലും നിങ്ങളെ ഇതും കൂടെ കമൻറ്റ് അറിയിക്കാം. ഓക്കെ, അപ്പം എന്തെങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. കുറേ ദിവസമായിട്ട് വേറെ തിരക്കിലായിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷോപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് തിരക്കിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നപ്പം വിചാരിക്കും, പക്ഷെ കണ്ടന്റ് എപ്പം ചെയ്യാൻ കിട്ടിയാലും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ഒരവസ്ഥയാണ് കേട്ടോ. അപ്പം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.